ഈ ഒരു സെഷനിൽ നമ്മൾ കോളം വിഡ്ജറ്റിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കോളം ക്ലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും, ഒരു ആപ്പ് ബാർ കാണാനായിട്ട് സാധിക്കും. ഈ ആപ്പ് ബാറിന് ഒരു ടൈറ്റിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പ് ബാറിൻ്റെ കളർ എന്താണ്? ഒരു റെഡ് കളറാണ് ഇതിന് ഉള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ ഒരു ക്യാൻവാസ് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഈ ഒരു ക്യാൻവാസിൽ എൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ആംബർ കളറാണ്. അത് നമ്മളിവിടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഒരു യെല്ലോ ആംബർ കളറിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് ഒരു 4 ടെക്സ്റ്റുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജാവ, പൈത്തൺ, C++ ആൻഡ് C# എന്ന് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ജാവ എന്നുള്ളത് വളരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൈത്തണും ജാവയായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ C++ഉമായിട്ടൊരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ C#, പിന്നെ ബോട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേക അളവിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിളാണ്. നമുക്ക് കാണുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കോളത്തെ പറ്റി നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനായിട്ട് ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ലിബ് ഫോൾഡറിൽ വരിക, എന്നിട്ട് പുതിയൊരു ഡാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഈ ഡാറ്റ് ഫയലിൻ്റെ പേര് ഡെമോ എന്നാണ് ഞാൻ നൽകുന്നത്, ഡെമോ. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മെറ്റീരിയൽ ഡാറ്റ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട്. ഓക്കെ, ഞാൻ എൻ്റെ മെയിൻ ഫങ്ഷൻ നൽകുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫോണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവന്നായിരുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതാണ്? ആൻറ്റോൺ എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഞാൻ pubspec.yaml സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ നമ്മൾ ആ ഒരു ഫോണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. എവിടെയാണ്? തീം ഡേറ്റയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് എൻ്റെ മെയിനുള്ളിൽ തന്നെയാണ് ഞാനത് എൻ്റെ തീം ഡേറ്റ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? റൺ ആപ്പ്. ഇതിനുള്ളിൽ മെറ്റീരിയൽ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ ഞാൻ തീം എന്ന് പറയുന്ന പ്രോപ്പർട്ടി നൽകുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? തീം ഡേറ്റ നൽകുന്നു. തീം ഡേറ്റ. ദെൻ ഇതിനുള്ളിൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്? എൻ്റെ ഫോണ്ട് ഫാമിലി. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. ബട്ട് ഞാനിത് എവിടെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്? എൻ്റെ റൺ ആപ്പിൽ തന്നെയാണ് ഞാൻ മെറ്റീരിയൽ ആപ്പ് ഡിസൈൻ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഫോണ്ട് ഫാമിലി എന്തായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്? ആൻറ്റോൺ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആൻറ്റോൺ. ദെൻ ഇനി എനിക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ബ്ലൂ കളറാണ് എൻ്റെ ആ ബാറിൻ്റെ കളറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രൈമറി കളറായിട്ട് എനിക്ക് റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൈമറി കളർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാൻ നൽകുകയാണ് പ്രൈമറി കളേഴ്സ് ഡോട്ട് റെഡ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട ആപ്ലിക്കേഷൻ്റെ ബാറിലെ കളർ റെഡ് ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ക്യാൻവാസ് കളർ ഒരു ആംബർ കളറായിരുന്നു. ആംബർ ആക്സെൻ്റ് ഉള്ള ഒരു യെല്ലോയിഷ് കളറാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? നമുക്ക് അതിനായിട്ട് ക്യാൻവാസ് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ക്യാൻവാസ് കളർ, ദെൻ കളേഴ്സ് ഡോട്ട് ആംബർ ആക്സെൻ്റ്. ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ മെറ്റീരിയൽ ആപ്പിന് ഒരു തീം ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻറ്റോൺ ഫോണ്ടായിട്ടുള്ള, പ്രൈമറി കളർ റെഡ് ആയിട്ടുള്ള, അതായത് ക്യാൻവാസ് കളർ ആംബർ ആക്സെൻ്റ് ആയിട്ടുള്ള ഒരു തീം ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എവിടെയാണ്? എൻ്റെ മെറ്റീരിയൽ ആപ്പിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എൻ്റെ മെയിനിനകത്താണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, എൻ്റെ ഹോം പ്രോപ്പർട്ടി എന്തായിരിക്കും? ഒരു ക്ലാസ് ആയിട്ടായിരിക്കും ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ആപ്ലിക്കേഷനിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനായിട്ട് ഞാൻ എൻ്റെ മെറ്റീരിയൽ ആപ്പ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇനി എന്താണ്? തീം ഡേറ്റ കഴിഞ്ഞിട്ട് എൻ്റെ ഹോം പ്രോപ്പർട്ടി നൽകണം അല്ലേ. മെറ്റീരിയലിൻ്റെ ഹോം പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ ഹോം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ് ആയിരിക്കും. ഞാൻ എൻ്റെ ഇത് കോളമൊക്കെ ഡിസൈൻ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ നൽകട്ടെ.
അതിന് ഞാൻ ഡെമോ ആപ്പ് എന്ന് കൊടുക്കുകയാണ്. ഡെമോ ആപ്പ് എന്ന് നൽകി. ഓക്കെ, അപ്പോഴേക്കും കമ്പൈലർ എറർ കാണിക്കും. കാരണം എന്താണ്, ഇങ്ങനെയൊരു ക്ലാസ് കണ്ടിട്ടില്ല. നമ്മളിനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഡെമോ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓപ്പൺ ചെയ്യുന്നു, ബിൽഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇവിടെ നമുക്ക് ടു ഡു റിമൂവ് ചെയ്യാം. എക്സെപ്ഷനും ഞാൻ റിമൂവ് ചെയ്യും. ഞാൻ ആ ബാർ ഡിസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി എനിക്ക് ആ ബാർ ഡിസൈൻ ചെയ്യണം. അതിനെന്ത് വേണം, എനിക്ക് സ്കാഫോൾഡ് വേണം. അതിന് ഞാനിവിടെ റിട്ടേൺ ചെയ്യുകയാണ്. റിട്ടേൺ സ്കാഫോൾഡ്. എൻ്റെ സ്കാഫോൾഡ് ഓപ്പൺ ചെയ്യുന്നു. ഇനി എന്ത് വേണം, എൻ്റെ ആപ്പ് ബാർ ഡിസൈൻ ചെയ്യണം. അതിനായിട്ട് ആപ്പ് ബാർ നൽകുന്നു. ആപ്പ് ബാർ. ഇനി ആപ്പ് ബാറിനുള്ളിൽ എന്ത് വേണം, ടൈറ്റിൽ വേണം. അത് ഒരു ടെക്സ്റ്റാണ് അല്ലേ, ടെക്സ്റ്റ്. ഞാൻ എന്താണ് നൽകുന്നത്, ഡെമോ ആപ്പ്. ഇനി എന്താണ് വേണ്ടത്, എനിക്ക് ബോഡി കണ്ടൻറ്റ് വേണം. അതായത് എൻ്റെ ക്യാൻവാസിൽ കൊണ്ടുവരേണ്ട കണ്ടൻറ്റുകളെ ഞാൻ ബോഡി പ്രോപ്പർട്ടിയിലൂടെയാണ് നൽകുന്നത്. ബോഡി കൊണ്ടുവരുന്നു. ഇതിൻ്റെ അകത്ത് ഞാനൊരു കോളം കൊണ്ടുവരുന്നു. ഈ കോളത്തിനകത്തായിരിക്കും എൻ്റെ ടെക്സ്റ്റുകൾ ഞാൻ അടുക്കി വെക്കുക. ഓക്കെ, അതിനായിട്ട് ഞാൻ കോളം കൊണ്ടുവരികയാണ്. കോളം. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കോളത്തിൽ മൾട്ടിപ്പിൾ ഐറ്റംസിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ചൈൽഡ് പ്രോപ്പർട്ടി അല്ല, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ചിൽഡ്രൻ നൽകുകയാണ്. നിങ്ങൾക്ക് ഈ വിഡ്ജറ്റിന് ശേഷം ഒരു ബ്രാക്കറ്റ് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ വേണം നമ്മുടെ ടെക്സ്റ്റോ ലിസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ടെക്സ്റ്റാണ് നമ്മൾ നൽകാനായിട്ട് പോകുന്നത്. ആദ്യം എന്താണ്, നമുക്ക് ജാവ എന്ന് എഴുതണം. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനിലെ പോലെ നമുക്ക് ജാവ എന്ന് ഇവിടെ എഴുതണം. അതിനായിട്ട് ഞാൻ ടെക്സ്റ്റ് നൽകുന്നു. ടെക്സ്റ്റ്. അതിനുള്ളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ജാവ. ഇതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് എനിക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നൽകണം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിൻ്റെ സൈസ് 30 ആക്കണം. അതിനെന്ത് ചെയ്യണം, ഞാൻ സ്റ്റൈൽ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കണം. സ്റ്റൈൽ. എന്താണ് എൻ്റെ സ്റ്റൈല്, ടെക്സ്റ്റ് സ്റ്റൈലാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുക്കുന്നു. അത് ഓപ്പൺ ചെയ്തിട്ട് ഫോണ്ട് സൈസ് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ സൈസ് എത്രയാണ്, 30. ഓക്കെ, കൂൾ. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ സ്കാഫോൾഡ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. സ്കാഫോൾഡ് ക്ലോസ് ചെയ്യാം. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം ആയിരിക്കും ഇവിടെ main.data ആയിട്ട് കിടക്കുക. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്താണ്, ഡെമോ ആപ്പ് എന്ന് പറയുന്ന സംഗതിയാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ demo.app.data എന്ന് പറയുന്ന ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം റൺ demo.data എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആപ്പ് ബാറിൻ്റെ കളർ എന്തായി മാറി, റെഡ് കളറായി മാറി. അതുപോലെ തന്നെ നമ്മുടെ ആംബർ ആക്സെൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ക്യാൻവാസിനും ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ജാവ എന്ന് പറയുന്ന ടെക്സ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജാവ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസും 30 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടെക്സ്റ്റ് ഞാൻ നൽകുകയാണ്. ടെക്സ്റ്റ്. അടുത്തത് പൈത്തൺ ആണ്. പൈത്തൺ. അതിന് ഞാൻ സ്റ്റൈൽ പറയുന്നു. സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നു. ടെക്സ്റ്റ് സ്റ്റൈൽ ആൻഡ് ഫോണ്ട് സൈസ് 30. കൂൾ. ഓക്കെ, ഞാനിവിടെ ഒരു കോമ മിസ് ചെയ്തിട്ടുണ്ട്. ഈ കോമ മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ടെക്സ്റ്റ്. അടുത്തത് C++ ആണ് ഞാൻ നൽകുന്നത്. C++. then style, text style, C#, font size 30. റൺ ചെയ്യാം. ഞാനിവിടെ ഹോട്ട് റീലോഡാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ജാവ, പൈത്തൺ, C++, C#. ഓക്കെ,
ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഈ കളറ് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. ആംബർ അല്ലാതെ ഞാൻ ഗ്രീൻ കളർ സെറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം എന്താണ്, ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക, ബിൽഡ് മെത്തേഡിനുള്ളിലെ കണ്ടൻറ്റുകൾ മാത്രമായിരിക്കും പ്രോസസ്സ് ചെയ്യുക. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹോട്ട് റീലോഡ് അല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ആപ്പ് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം നമ്മുടെ റൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്യാൻവാസിൻ്റെ കളർ എന്തായി മാറി, ഗ്രീൻ കളറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബിൽഡ് ഫംഗ്ഷനുള്ളിലെ കണ്ടൻറ്റ് മാത്രമായിരിക്കും റീഫ്രഷ് ചെയ്ത് റീബിൽഡ് ചെയ്യപ്പെടുക. ഓക്കെ, അത് ഓർത്തിരിക്കാം. പഴയ രീതി തന്നെ ആക്കുകയാണ് ആംബർ ആക്സെൻറ്റ്. ദെൻ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും റൺ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ക്യാൻവാസ് കളർ പഴയ പോലെ തന്നെ ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റ് വിഡ്ജറ്റുകളായ ജാവ, പൈത്തൺ, C++, C# തുടങ്ങിയവയെല്ലാം എന്താണ്, ലെഫ്റ്റിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കത് സെൻറ്ററിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാനായിട്ട് ഞാൻ ഈ കോളം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓൾട്ടും എൻ്ററും കൂടെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് റാപ്പ് വിത്ത് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും ഇത് സെൻറ്ററിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അതായത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ടെക്സ്റ്റ് വിഡ്ജറ്റിൻ്റെ ഇടയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പേസർ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ്. സ്പേസർ ഇതിനുള്ളിൽ ഒരു ഫ്ലെക്സ് വാല്യൂ നൽകണം. ഇപ്പം ഞാൻ 2 എന്ന് നൽകുന്നു. എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് നമുക്ക് ഈക്വൽ സ്പേസ് ആണ് വേണ്ടതെങ്കിൽ ഫ്ലെക്സ് വാല്യൂസ് സെയിം ആയിട്ട് നൽകുക. എവിടേക്കാണോ എനിക്ക് സ്പേസ് വേണ്ടത് അവിടെയെല്ലാം ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈക്വലി സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ടോപ്പിൽ സ്പേസ് വേണം. അതിനുവേണ്ടി ഞാനിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം വിഡ്ജറ്റിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എൻഡിലും നൽകുകയാണ്. എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം ഡെമോ കാണിച്ച ആപ്ലിക്കേഷൻ പോലെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഈ സ്പേസർ എന്ന് പറയുന്ന വിഡ്ജറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അലോക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ഈക്വൽ വാല്യൂസ് ആണെങ്കിൽ ഈക്വലി അത് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വാല്യൂസ് ചേഞ്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.